ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC കെമിസ്ട്രിയിലുള്ള ഗ്യാസ് ലോസ് ആണ് നമ്മൾ നോക്കുന്നത്. ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ടതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്യാറില്ല. അപ്പോൾ ഒട്ടും വൈകുന്നതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് 3 ലോസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ബോയിൽസ് ലോ ഉണ്ട്, അതേപോലെ തന്നെ ചാൾസ് ലോ ഉണ്ട്, അതേപോലെ അവോഗാഡ്രോസ് ലോ ഉണ്ട്. അപ്പോൾ ഇതിന് 3നെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ബോയിൽസ് ലോയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് V ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു P. ഇൻവേഴ്സ്ലി കേട്ടോ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോളിയം ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ആണ്. ഓക്കെ. ഇനി PV ഈസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ മിസ് ഈ മേലെയും താഴെയും കോൺസ്റ്റന്റ്, ഏതെങ്കിലും ഒന്നല്ലേ കോൺസ്റ്റന്റ് ആവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. എന്ത്? PV ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെതായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. V1 ഈക്വൽ ടു P2 V2. ഇനി ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ അതാ ഇതിപ്പോൾ എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ പിയും വൈയിൽ വിയും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എന്ത് ലോ ആയിരിക്കും? ബോയിൽസ് ലോ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ എന്തും കൂടി ഓർക്കണം, പ്രഷർ കുറയാൻ നേരത്ത് വോളിയം കൂടും, പ്രഷർ കൂടാൻ നേരത്ത് വോളിയം കുറയും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുമോ മിസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഇപ്പോൾ മീൻ അതിനകത്തുണ്ടെന്ന് വെക്കുക കേട്ടോ. അപ്പോൾ മീൻ ഇങ്ങനെ ശ്വാസം ഇടുന്നത് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ബബിൾസ് ചെറുതിൽ നിന്നും വലുതിലേക്കല്ലേ പോകുന്നത് അല്ലേ? അപ്പോൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ അണ്ടർ വാട്ടറിൽ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബബിൾസിൻ്റെ വോളിയം എന്താണ്? അവിടെ കുറയാണ് ചെയ്യണത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ ചാൾസ് ലോയിലേക്ക് കിടക്കാം. ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? പ്രഷർ ആണ് അവിടെ കോൺസ്റ്റന്റ്. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T. അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ വോളിയം കുറയും കേട്ടോ. അതേപോലെ തന്നെ V/T ഈസ് ഇക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. V1 T1 ഈക്വൽ ടു V2 ബൈ T2. ഓക്കെ അല്ലേ? ഇനി ഒരു ഗ്രാഫ് ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ചാൾസ് ലോ ആയിരിക്കും. ആൻഡ് എക്സ് ആക്സിസിൽ ടിയും വൈ ആക്സിസിൽ നമുക്ക് വിയും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഒരു ലോയിലേക്ക് പോകാം. ഒരു എക്സാമ്പിൾ വേണം അല്ലേ? അപ്പോൾ നമ്മൾ നന്നായി ഊതി വീർപ്പിച്ചിട്ടുള്ള ഒരു ബലൂൺ നമ്മൾ വെയിലത്ത് കൊണ്ട് വെക്കാൻ നേരത്ത് അതെന്താവുന്നു? പൊട്ടിപ്പോവാണ് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് ഉള്ളിലുള്ള വോളിയം കൂടുകയാണ്. അപ്പോൾ അത് കൂടി പിന്നെ അത് പൊട്ടിപ്പോകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അത് ഒന്നാമത് വീർപ്പിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളുടെ കുറച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മളതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നിറച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും കൂടി കൂടാൻ നേരത്താണ് അവിടെ പൊട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അവഗാഡ്രോസ് ലോയിലേക്ക് പോകാം. ഇവിടെ ടിയും പിയും എന്തുതന്നെയാണ്? കോൺസ്റ്റന്റ് ആണ്. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു N. അപ്പോൾ N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ V/N ഈസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വോളിയം കൂടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നു, വോളിയം കുറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുന്നു. ഇവിടെ നമുക്ക് സെയിം ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചാൾസ് ലോയിൽ തന്നെയുള്ള സെയിം എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ നമ്മൾ എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മളതിൽ ഊതി വീർപ്പിച്ചിട്ടുള്ള ആ ഒരു മോളിക്യൂൾസ് പിന്നെ അത് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ എന്താണ്? അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് കൂടുമ്പോഴല്ലേ പിന്നെ അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെയിം എക്സാമ്പിൾ എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.